കൃഷ്ണദാസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ പോളിസി മാറ്റേഴ്സ് നോക്കിയാൽ, നിയമനങ്ങൾ നോക്കിയാൽ അത് സംഘപരിവാറിന് അനുകൂലമായി UDF സർക്കാർ നീങ്ങുന്നു എന്ന ആരോപണമാണ് ശക്തമാകുന്നത്. അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ, UDFിനുള്ളിൽ നിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ ശക്തമാണ്. ഇപ്പോൾ പ്രതിപക്ഷവും ശക്തമായി അത് ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കാഴ്ച. അങ്ങനെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് UDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട രേണുക, നമുക്ക് വളരെ ചിരിയാണ് ഈ കോൺഗ്രസുകാരുടെ ആരോപണങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. ഒരു മന്ത്രിസഭ പാസാക്കുന്ന സ്പെഷ്യൽ ഗവൺമെന്റ് ബിൽഡർമാരുടെ ആണെങ്കിലും നിയമനങ്ങളുടെ ആണെങ്കിലും ഒക്കെ നിയമനത്തിന്റെ കാര്യത്തിൽ ആ മന്ത്രിസഭ അറിയാതെ, മന്ത്രിമാരറിയാതെ, കോൺഗ്രസിന്റെ നേതൃത്വം അറിയാതെ ഇങ്ങനെ നടക്കുന്നു എന്ന് യൂത്ത് കോൺഗ്രസുകാരും ബഹുമാനപ്പെട്ട നിയാസിനെ പോലുള്ളവരൊക്കെ പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഗതികേട് എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് പറയാനില്ല. നിയാസ് ഉന്നയിച്ച കാര്യങ്ങൾ അത് കൃത്യമായി നടക്കുന്നതാണെങ്കിൽ നിയാസ്, എനിക്ക് അങ്ങയോട് ബഹുമാനമാണ് ആ കാര്യത്തിൽ. നിങ്ങളുടെ പാർട്ടിയും മുന്നണിയും അങ്ങനെ ഏതൊരാളുണ്ടെങ്കിലും ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ അവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കണം. അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ഏത് നേതാവാണ് ഇവർക്ക് ശുപാർശ നൽകിയത്, ഇവരെ നിയമിക്കാൻ ശുപാർശ നൽകിയത് ആരാണ്? നിങ്ങൾ പുറത്തുവിടുക ആരാണെന്നുള്ളത്. അപ്പൊ അറിയാമല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ രേണുക, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിൽ ഇന്ന് ഇടതുപക്ഷത്തു നിന്നാണെങ്കിലും UDFിൽ നിന്നാണെങ്കിലും സംഘപരിവാരക്കാരനാണ് എന്നൊരു വാദം അങ്ങ് ഉന്നയിച്ചാൽ ഏതൊരാളെയും നിരന്തരമായി ചീത്ത പറയാം, നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ അവരെ അപമാനിക്കാം, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാം, എന്തും പറയാം. നിയാസിനെ ഞാൻ ബഹുമാന പരസ്പരം അങ്ങയോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മുന്നണിയിൽ, പാർട്ടിയിൽ BJPയിൽ നിന്ന് വന്ന MLA മാരില്ലേ? ശ്രീകുമാർ അത് സൂചിപ്പിച്ചല്ലോ. ഇടതുപക്ഷത്തില്ലേ സുരേഷ് കുമാർ, അങ്ങൊന്ന് ആലോചിക്ക്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് മെമ്പർമാരായിരുന്നവർ, പ്രസിഡന്റ് ആയിരുന്നവർ ഏത് പാർട്ടിയിൽ നിന്നാണ് നിങ്ങളുടെ വന്നത്? നിങ്ങൾ ദേവസ്വം ബോർഡുകളെ കണ്ടിരുന്നത് തന്നെ മറ്റ് പാർട്ടികളിൽ നിന്ന് വരുന്നവരെ പ്രസിഡന്റുമാരാക്കാനും മെമ്പർമാരാക്കാനുമല്ലേ? അപ്പൊ എല്ലാ മുന്നണികളും എല്ലാ പാർട്ടികളും അത് പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് വരുന്നവരല്ലേ? പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് വരുന്നവരുമായി ബന്ധപ്പെട്ടല്ലേ അത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ല അത്തരം നിയമനങ്ങൾ ഉണ്ടായിട്ടുള്ളത്? രേണുക, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെയും നേരത്തെ അത് തന്നെയാണ് വിഷയം. മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു, അവർ ഇപ്പോ കോൺഗ്രസ് ആണ് എന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെന്താ തെറ്റ്? ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. ഇപ്പൊ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകരെ നിയമിക്കുമ്പോൾ, നോട്ടറിമാരെ നിയമിക്കുമ്പോൾ ഒക്കെ ഈ തരത്തിൽ എത്ര വാർത്തകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പാർട്ടി അധികാരത്തിൽ വരുന്നു, ഒരു മുന്നണി അധികാരത്തിൽ വരുന്നു, ശരിയാണ്. അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അതുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് പൂർണ്ണമായും അവർ നിയമിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അവർ തന്നെയാണ് നിയമിക്കപ്പെടേണ്ടത്. പക്ഷേ നിയാസിനെ പോലുള്ള ആളുകൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ സംഘപരിവാർ എന്ന് തിരുത്തണ്ട, അതിൽ തിരികെ കയറ്റേണ്ട, ആ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിവൈരാഗ്യമോ നിങ്ങളുടെ ഗ്രൂപ്പ് സമവാക്യങ്ങളോ ഒക്കാതെ വരുന്നതിന്റെ കണക്ക് തീർക്കാൻ വേണ്ടിയുള്ള വാദമോ ഒന്നും ഈ കാര്യത്തിൽ സംഘപരിവാറിനെ ചേർത്ത് ചെയ്യേണ്ടതില്ല. ശരിയാണ്, ഏതെങ്കിലും ഒരു BJPക്കാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ നിങ്ങളുടെ ഭരണ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ പോസ്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അവരെ നിങ്ങൾ നിയമിക്കരുത്. അതിന് അർഹതയുള്ളവരല്ല സംഘപരിവാറുകാർ. നിങ്ങളുടെ UDFന്റെ ഭരണ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാള് നിങ്ങൾ വെക്കേണ്ടതില്ല, ഒരു BJPക്കാരനെ നിങ്ങൾ വെക്കേണ്ടതില്ല. ഞങ്ങൾ സർക്കാരുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോന്നേ. ഞങ്ങൾക്ക് എത്രയോ സർക്കാരുകളുണ്ട്. ഞങ്ങളുടെ ആളുകളെ നിയമിക്കാനല്ലേ ഞങ്ങൾ സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഞങ്ങളുമായി ബന്ധമുള്ള ആളുകളെ വെക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഞങ്ങളത് ചെയ്തോളാം. നിങ്ങളായിട്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾക്കൊരു പോസ്റ്റ് കേരളത്തിൽ തരേണ്ടതില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ സുരേഷിനോട് സൂചിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സുരേഷ്, അങ്ങ് ഈ ഗവർണർ നിയമനത്തിന്റെ സർവകലാശാലകളിലെ ഇടപാടുകളിൽ ഭയങ്കരമായി സംഘപരിവാറിന് കീഴ്പ്പെട്ടു. നിങ്ങൾ കീഴ്പ്പെടാതിരിക്കുകയല്ല ചെയ്തത്. നിങ്ങൾ കേരളത്തിലെ സർവകലാശാലകളോട് കഴിഞ്ഞ 10 വർഷം ചെയ്തത് അവിടെ ഒരു VC പോലും ഇല്ലാതെ, ഒരു സ്ഥിര നിയമനം നടക്കാനുള്ള അവസരം ഉണ്ടാകാതെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ നിങ്ങൾ നടത്തിയ ശ്രമത്തിന്റെ ഫലമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ പോയി പഠിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കേരളത്തിലേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന എഞ്ചിനീയറിംഗ് സീറ്റുകളുടെ എണ്ണം മാത്രം നിങ്ങൾ നോക്ക്. 44% ആകെയുള്ള എഞ്ചിനീയറിംഗ് സീറ്റുകൾ UDF പുറത്തായിരുന്നുവല്ലോ, LDF ഭരണമായിരുന്നല്ലോ. ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഗവർണറുമായി ശണ്ട കൂടാനില്ല എന്ന ഒരു ഭയപ്പെട്ട നിലപാടാണ് അവർ ഇപ്പോൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അവരോട് ആ കാര്യം ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.